എന്തോ കാപ്പി. അയ്യോ, മോള് ബാത്റൂമിൽ പോയിരിക്കോ? ആ, അത് കൊള്ളാം. ഇവിടെ ഇരുന്ന് ഉറങ്ങാണോ? മിനി, ഇതാ മൂത്രമൊഴിക്കാൻ കൊണ്ടാക്കിട്ടെ മോള് ബാത്റൂമിൽ ഇരുന്ന് ഉറങ്ങുന്നു. ആ, നിന്റെ അല്ലേ മോള്. ഉറങ്ങാൻ കിടന്നാ പിന്നെ ഇടി വെട്ടിയാ പോലും അറിയാത്ത പാർട്ടിയല്ലേ നീ. പിന്നെ എങ്ങനെ? ഓ, പിന്നെ നേരത്തെ കിടന്ന് ഉറങ്ങണം. രാത്രിയിൽ ഉറക്കാതിരിക്കുന്നതുകൊണ്ടാ ഞാൻ എഴുന്നേക്കാൻ വൈകുന്നത്. അതറിയാമോ? APPLE ആപ്പിൾ, BOY boy, CAT cat. ഡാഡി, എന്തൊരു തണുപ്പ്. ആര് ചെയ്യുന്ന പോലെ ചെയ്താൽ മതി. തണുപ്പ് മാറും. ചെയ്തോ. ആ, 1 2 3 4. 1 2 3 4. 1 2 3 4. 1 2 3 4. 3 നന്നായിരിക്കും. നിന്നെ പഠിക്കാൻ ഇരുത്തിട്ട് ഇവിടെ ഒന്ന് സർക്കസ് കാണിക്കാണോ? മാമോളെ വാ മിനിക്കുട്ടി. ഡാഡി പറഞ്ഞിട്ടാ. അവൾക്ക് തണുക്കുന്നു. ഡാഡി ഇങ്ങനെയാണെങ്കിൽ മോള് പറയാൻ പഠിക്കും. പടി. എന്തോ നീ ഇതൊക്കെ കുറേയൊക്കെ ചെയ്ത് പഠിക്കും. ഓ, ഇനിയിപ്പോ ഇതിന്റെ കുറവേ ഉള്ളൂ. ബാക്കിയൊക്കെ കഴിഞ്ഞല്ലോ. ശരീരം നന്നാണെങ്കിൽ മതി. ശ്രീമതി, ഞാൻ ഗ്ലാസ് എടുത്ത്. മോള് റെഡിയായില്ലേ? മോൾ എപ്പോഴേ റെഡി. മോളെ മിനിക്കുട്ടി, സ്കൂളിൽ പോണ്ടേ മോളെ? ഈ പെണ്ണിന് പഠിക്കണമെന്ന് ഒരു വിചാരമില്ല. ഡാഡി, ആ, മോള് താഴത്തെ കളിക്ക്. ഈ സാധനങ്ങളെല്ലാം കൊണ്ടുപോയി സ്കൂട്ടറിൽ വെക്കേ. ഡാഡി എന്നാ? ഡാഡി ഇലക്ട്രിസിറ്റി ബില്ല് നോട്ട്. ഡാഡി, ഓ, നിന്റെ അല്ലേ മോളെ അങ്ങനെ നന്നാകാൻ. ആരും അത്ര മോശമൊന്നുമല്ലല്ലോ. എന്തൊക്കെയുണ്ട് സുന്ദരേശ വീട്ടിൽ വിശേഷം? എന്ത് പറയാനാ സാറേ, കാലത്തെ അമ്മായിയമ്മയും മരുമോളും കൂടെ തുടങ്ങും മഹാഭാരത യുദ്ധം. കല്യാണം കഴിക്കാനുള്ള കൊതി കൊണ്ട് ഈ ബാങ്കിലെ മാനേജരാണെന്നൊരു ചെറിയ കള്ളം പറഞ്ഞ് വലിയ ഭാര്യയും കല്യാണം കഴിച്ചു. ഇനിയിപ്പോ പിയൂണാണെന്ന് അറിയുമ്പോ അവൾ എന്നെ ഡൈവേഴ്സ് ചെയ്യും. വൈകുന്നേരം ജോലി കഴിഞ്ഞ് പോകുമ്പോ ഈ പിയൂണിന്റെ വേഷം മാറ്റി ആഫീസറുടെ വേഷം അണിയാൻ എന്ത് ബുദ്ധിമുട്ടാണെന്ന് അറിയാമോ സാർ? ആ, താനൊരു കാര്യം ചെയ്യും. ഓ, ആ ഷേണായോട് പോയി കൗണ്ടർ തുറക്കാൻ പറ. ശരി. രാജു, ദുഷ്ടൻ. I was waiting for you under the jackpot tree. എന്തായാലും ശരി, മൈൻഡിലാണ്. ഹലോ, ഹലോ.
കണി കണ്ടുണ്ടോ ഹലോ മോളെ മോള് വേഗം കിടന്നുറങ്ങാൻ നോക്കും രാവിലെ എഴുന്നിട്ട് പഠിക്കാൻ ഡാഡി മിനിമം ഉറക്കം വരുന്നില്ല. ദേ, മമ്മിയും ഡാഡിയും കിടക്കാൻ പോവാ. കിടക്കുമോളെ അതിങ്ങനെ ഡാഡിയുടെ പൊന്നുമോളല്ലേ നല്ല മോളെ. ഉറങ്ങിക്കോ. ആ നല്ല കുട്ടി. ആ ഉറങ്ങിക്കോട്ടെ. വേണ്ട, ഡാഡി മമ്മിയെ തൊടണ്ട. മമ്മി എന്റെ മമ്മിയാ. മോളെ മാത്രം മമ്മിയല്ല, ഡാഡിയുടെ മമ്മിയാ. ആ അയ്യോ, ഡാഡിയുടെ മമ്മി മരിച്ചുപോയില്ലേ? ഡാഡി അത് മറന്നുപോയി മോളെ. മോൾക്ക് തണുക്കുന്നുണ്ടോ? ഡാഡിക്ക് ഭയങ്കര തണുപ്പ്. എന്നെ ഡാഡി മോളെ കെട്ടിപ്പിടിച്ചോ? മമ്മിയെ മോള് കെട്ടിപ്പിടിച്ചോളാം. അപ്പൊ ആർക്കും തണുക്കില്ല അല്ലേ മമ്മി? ഡാഡി മിനിമോൾ ഉറങ്ങിയിട്ടില്ല. മോളെ മമ്മിയുണ്ടല്ലോ, മമ്മി ഉറക്കത്തിൽ പിച്ചുമ്പോഴും പറയുന്നു ഡാഡി വിളിച്ചുണർത്തിയതാ. ഞാൻ കേട്ടില്ലല്ലോ. മോൾ ഉറങ്ങിപ്പോയി കാണും. ഞാൻ ക്ലാസ്സില് കൊച്ചുമോണ്ട് ചുവന്ന പെൻസിലോർത്ത് കിടക്കുമായിരുന്നു. പെൻസിലോർക്കാൻ കൊണ്ടൊരു സമയം. നാളെ ഇതിനിവിടെ കിടക്കരുത്. അവളവിടെ കിടന്നിട്ട് വേണ്ടേ? എന്താ അമ്മി? ഒന്നുമില്ല മോളെ. Man can experience real and lasting happiness only when he realizes the true nature of his life. Because of his ignorance, he, the immortal spirit, identifies himself with his perishable body. This gives rise to the feeling of I and my, which is the significance of all the suffering. It is a hidden fact that the individual enjoys millions, though he is not aware of it while being in this state. The body ceases to function beyond the limits of non-production needed to keep it. The mind and the intellect also constitute നീ മിണ്ടല്ലേ മിണ്ടല്ലേ, അവളിത് ഇങ്ങോട്ട് തന്നെ നോക്കുന്നുണ്ട്.
അവൾ നോക്കുന്നുണ്ടാ. കൊടുക്കണ ഒരു ഫ്ലൈങ് കിസ്. എടാ തിരിച്ചു കിട്ടിയടാ. നീ പ്ലാനിൽ അവളെ ഇങ്ങോട്ട് വിളിക്ക്. വരാൻ പറ്റില്ലെന്ന്. പറ്റില്ലേ? ഇവിടെ ആരുമില്ലെന്ന് പറയാ. അവിടെ അമ്മക്കാളി വീട്ടിലുണ്ടത്രേ. നാളെ വരാൻ പറ്റുമെന്ന് ചോദിച്ചേ. അയ്യോ അമ്മ. ഓ, നശിച്ച തള്ളക്ക് വിളിക്കാൻ കേട്ട നേരം. അല്ലല്ലയാ, നാളെ അവളിങ്ങോട്ട് വന്ന നിന്റെ കാര്യം എന്ത് ചെയ്യും? അതിനല്ലടാ പണി. നീ അവിടെ ഇരി. നീ പ്ലാനിൽ പാർട്ടിയെ വിളിച്ചകത്ത് കയറ്റുക. ക്ലൈമാക്സ് ആകുമ്പോൾ സാർ വരുന്നു. അബദ്ധം പറ്റി വന്നതുപോലെ സാർ തിരിച്ചും പോകുന്നു. ഇത് വെച്ച് വേണം നീ കളിക്കാൻ. എവിടെ? വെരി ഗുഡ് ഐഡിയ. കൊറേ കൈ. കുഴപ്പമായല്ലോ. അയ്യോ ചേട്ടാ, ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? അവൻ ഇനി എല്ലാവരോടും പറഞ്ഞു നടക്കും. ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? എന്റെ വീട്ടിൽ അറിയുന്ന പോട്ടെ, പക്ഷെ അവൻ എല്ലാവരോടും പറഞ്ഞു നടക്കും. ഇനി ഒരൊറ്റ വഴിയുള്ളൂ. അവനെ കൂടി ഇങ്ങോട്ട് പറഞ്ഞു വിടാം. അയ്യോ ചേട്ടാ. ഇപ്പൊ അവൻ മാത്രമേ അറിയുള്ളൂ, അല്ലെങ്കിൽ ലോകം മുഴുവനും അറിയും. എന്ത് പറയുന്നു? ഒന്നും പേടിക്കാനില്ല, അവന്റെ സ്വന്തം ആളാണ്. നീ എന്താണ് ഈ കോലത്തില്? ഉണ്ടല്ലയാ, അടുത്ത വീട്ടിലെ പെണ്ണകത്തുണ്ട്. എന്തിനാടാ ഈ പാവക്കോലി തല വെക്കുന്നത്? ഇനി പോരെ, ഒരു മഹാത്മാഗാന്ധി. ആ, ഞാൻ പോയ അളിയ എല്ലാം ശരിയായിട്ടുണ്ട്. ഉടനെയാക്കായി. ഇവനെന്താടാ ഉപ്പ് സത്യാര് തോറ്റമായി നിൽക്കുന്നത്? എന്തിനടാ പാവപ്പെട്ട പെൺപിള്ളാരെയൊക്കെ? അയൽപക്കമാണ്. ചുമ്മാ പോടാ. പെണ്ണെന്ന് പറഞ്ഞ പൂജിക്കാനാണ് എന്റെ വിചാരം. അതിനാണ് അവിടെ ദൈവങ്ങളുള്ളത്. ആ, അറിയാത്ത പിള്ളക്ക് ചൊറിയുമ്പോ അറിയും. എന്നാ സാർ ഒരു കാര്യം ചെയ്യും, ആ മോളത്തെ മുറി പോയിരുന്നു ചൊറിയ. കുറെ കഴിയുമ്പോ അറിയാം ആരാ കുത്തിരുന്ന് ചൊറിയാൻ പോണെന്ന്. ആ, ചൊറിയുമ്പോ വിളിക്കാം. നീ എന്താ നോക്കിക്കണേ? വേഗം പോടാ സമയങ്ങളാണ്. ഒരു മൊത്തം റിലാക്സേഷൻ. ഹാപ്പി ഡേ. ചേട്ടാ, ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. നാളെ മദർ ആഗ്നസിന്റെ ഫീസ്റ്റാണ്. എറണാകുളത്തുനിന്ന് മദറിന്റെ കത്തുണ്ടായിരുന്നു. നമ്മളെ പ്രത്യേകം ക്ഷണിച്ചിട്ടുണ്ട്. കാര്യം പറയുമ്പോഴൊരു വായന. നീ വീക്കിലിംഗ് വന്നു. ഞാൻ പറഞ്ഞത് എന്താണെന്ന് വല്ലതും കേട്ടോ? നാളെ മദറിന്റെ ഫീസ്റ്റാണ്, എറണാകുളത്ത് പോകണം, പിന്നെ ബുക്ക് വായിക്കണം. തമാശ കള ചേട്ടാ. നീ വേണമെങ്കിൽ പൊയ്ക്കോ, എനിക്ക് വരാൻ പറ്റില്ല, ഒരുപാട് ജോലിയുണ്ട്. പോകുന്നെങ്കിൽ നമ്മൾ രണ്ടാളും കൂടിയേ പോകൂ. രവിയേട്ടനില്ലാതെ ഞാനിതുവരെ തനിച്ചങ്ങും പോയിട്ടില്ല. നമ്മൾ എല്ലാ കൊല്ലവും പോകുന്നതല്ലേ. നമ്മൾ ചെന്നില്ലെങ്കിൽ മദർ എന്ത് വിചാരിക്കും? ഞാൻ 12 വർഷം ജീവിച്ചത് അവിടെയാണ്. എന്റെ അമ്മയായിരുന്നു അവർ. എല്ലാം രവിയേട്ടൻ അറിയാവുന്നതല്ലേ. ഞാൻ അന്ന് അനാഥാലയത്തിൽ വന്നില്ലായിരുന്നെങ്കിൽ നമ്മൾ തമ്മിൽ കാണാനോ ഇങ്ങനെ ജീവിക്കാനോ ഒക്കുമായിരുന്നു. എങ്കിലും ഞാൻ ഏതെങ്കിലും ഉദ്യോഗസ്ഥയായ ഒരു നല്ല പെൺകുട്ടിയെ വിവാഹം ചെയ്ത് സുഖമായിട്ട് ലാവിശായിട്ട് ജീവിച്ചേനെ. അച്ഛനും അമ്മയും ധിക്കരിച്ച് വീട് വിട്ടിറങ്ങി പോരേണ്ടി വരില്ലായിരുന്നു എന്നുകൂടി പറയും. അതായിട്ട് എന്തിനാ പറയാണ്ടിരിക്കുന്നത്? രണ്ടിന് നന്നായിട്ട് സംസാരിക്കാൻ അറിയാം. മലയാളം എമ്മയല്ലേ. നാളെ അവിടെ പോയാ പോരെ. കത്ത് ബാഗിൽ നിന്ന് വന്നപ്പോഴേ ഞാൻ വായിച്ചു. പോണമെന്ന് തീരുമാനിക്കുകയും ചെയ്തു. പോരെ? മിനിക്കുട്ടിയോടെ? മിനിക്കുട്ടി, മിനിക്കുട്ടി. നീ അവിടെ ഇരിക്കും. മോനെ അടുത്ത മുറി ഞങ്ങൾ കിടത്തിയാൽ മതി, അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ കുഴയും. അവൾ തനിച്ചു കിടക്കില്ല. ഈ കുട്ടികളെ അടുത്ത് കിടത്തിയുള്ള ക്രിയകളുണ്ടല്ലോ, അത് അപകടം.